അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ പിസ്താഷ്യോ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പിസ്തയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി സെറ്റായി വരും. അപ്പോൾ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ബട്ടറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വിപ്പിംഗ് ക്രീം എടുക്കാം. അതുപോലെ തന്നെ ബട്ടർ എടുക്കുമ്പം പിന്നെ അൺസാൾട്ടഡ് ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രഷ് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒരു 200 ഗ്രാമിൻ്റെ ക്രീം ചീസും കൂടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിസ്താഷ്യോൻ്റെ ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വാനില സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കുനാഫാഡോ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് പിസ്താഷ്യോ ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുക. അതിലേക്ക് ഞാൻ പാലും അതുപോലെ തന്നെ പിസ്താഷ്യോ ക്രീമും പിന്നെ കണ്ടൻസ് മിൽക്കും ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് ആ ഒരു മിക്സാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ ക്രീം ചീസും കൂടി അതിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ മുകളിലുള്ള ഫില്ലിങ്സിന് വേണ്ടി ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് പിസ്താഷ്യോ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്ത് പിന്നെ പിസ്ത പൊടിച്ചതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ ഇതിനെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്